സോ വെൽക്കം എവരി വൺ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ മാനുവൽ പേജസിനെ പറ്റിയാണ്. സോ മാനുവൽ പേജസ് എന്താണ്? മാനുവൽ പേജസ് എന്ന് വെച്ചാൽ ഡോക്യുമെന്റേഷൻ ആണ്. അതായത് ഇപ്പോൾ ഓരോ കമാൻഡുകളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് അല്ലെങ്കിൽ അതിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ എഴുതി വെച്ചിരിക്കുന്ന ഓരോ ഡോക്യുമെന്റേഷനെ വിളിക്കുന്ന പേരാണ് മാനുവൽ പേജസ്. അത് നമ്മൾ ലിനക്സിൽ അതിനെ മാൻ പേജസ് എന്നാണ് വിളിക്കുന്നത്. സോ അത് എങ്ങനെയാണ് ആക്സസ് ചെയ്യുന്നത്, അതിനെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്, അതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ഈ ഒരു വീഡിയോ കഴിഞ്ഞൊരു വീഡിയോ തീർന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻപുട്ട് എങ്ങനെയൊക്കെയാണ് വരാൻ സാധ്യതയുള്ളത്, അതായത് സ്വിച്ച് വെച്ച് കൊടുക്കാം, മൾട്ടിപ്പിൾ ഇൻപുട്സ് വരാൻ പറ്റും, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ്. അതിൽ നിന്ന് തന്നെ ആയിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോ തുടങ്ങുന്നതും. സോ നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അത് കാണുക, അതിനുശേഷം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പം നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. സോ ഒട്ടും തന്നെ നമുക്ക് സമയം വൈകിക്കാതെ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. സോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെഗുലർ ആയിട്ടുള്ള അപ്ഡേറ്റ് കിട്ടും. സോ ലെറ്റ്സ് മൂവ് ഇൻ ടു ദ വീഡിയോ. ഓക്കെ, സോ വെൽക്കം ബാക്ക് അഗെയിൻ. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയെടുത്തുനിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയത് ലൈക്ക് എന്തായിരുന്നു ടെർമിനൽ ഷെൽ, അല്ലെങ്കിൽ അങ്ങനെ അതിൻ്റെ തമ്മിലുള്ള വ്യത്യാസം, അതുവഴി നമ്മൾ എങ്ങനെയൊക്കെ നമുക്ക് കമാൻഡുകളിൽ പാരാമീറ്റേഴ്സ് കൊടുക്കാം എന്നുള്ളതായിരുന്നു നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നത്. അതായത് ഏതൊക്കെ തരത്തിലുള്ള നമുക്ക് ഇൻപുട്ടായിട്ട് കൊടുക്കാം, അതുപോലെ തന്നെ നമുക്ക് സ്വിച്ച് ആയിട്ട് കൊടുക്കാം. ഓക്കെ, രണ്ട് ഡിഫറെൻറ്റ് രീതിയിൽ കൊടുക്കാവുന്ന കാര്യമായിരുന്നു പറഞ്ഞത്. അതിൻ്റെ തന്നെ ഇച്ചിരൂടെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. സോ അതിനുവേണ്ടി ഞാൻ എൻകാൽ എന്ന് പറയുന്ന ആ ഒരു ടൂള് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. ഞാനിപ്പോൾ എൻകാൽ എന്ന് വെറുതെ അടിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു മാസത്തെ കലണ്ടർ ഡിസ്പ്ലേ ആവും. ഓക്കെ, സോ ഞാനിപ്പോൾ ഇവിടെ എൻകാൽ -y എന്ന് പറയുന്ന ആ ഒരു സ്വിച്ച് ആണ് കൊടുക്കുന്നതെങ്കിൽ ഈ ഒരു വർഷത്തെ മൊത്തം ആക്ച്വലി എനിക്ക് ഡിസ്പ്ലേ ആവും. ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഒരു സ്വിച്ച് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, അല്ലെ? -y എന്ന് പറയുന്ന ഒരു സ്വിച്ച് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ആ ഒരു സ്വിച്ച് എനിക്ക് വേണമെങ്കിൽ ഇൻപുട്ട് വെച്ചിട്ട് കൊടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ആ ഒരു സ്വിച്ച് വേണ്ട, വേറൊരു സ്വിച്ച് വെച്ചിട്ട് എക്സാമ്പിൾ പറയാം. ഞാനിപ്പോൾ ഇത് ജസ്റ്റ് ക്ലിയർ ചെയ്യണം. Ctrl+L ഓക്കെ, ക്ലിയർ ചെയ്തു. ഞാൻ എന്നിട്ട് ഇവിടെ എൻകാൽ എന്ന് ടൈപ്പ് ചെയ്യുകയാണെന്ന് വെച്ചോ. എൻകാൽ എന്നിട്ട് -a എന്ന് പറയുന്നൊരു പാരാമീറ്റർ കൊടുത്തു. എന്നിട്ട് ഞാൻ സ്പേസ് ഇട്ടിട്ട് 1 കൊടുത്തു. എന്നിട്ട് ഞാൻ വേറെ ഒരു മാസം, അതായത് 7/2023 7/2023 എന്ന് പറയുമ്പോൾ ജൂലൈ വരും. ഞാനിപ്പോൾ ഇവിടെ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ജൂലൈയും ഓഗസ്റ്റും ആക്ച്വലി പ്രിന്റ് ആയി. സോ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്തത്, ഇപ്പൊ ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം എങ്ങനെയാണെന്ന്. സോ ഇത്ര നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 7/2023 ആണ് എൻകാൽ വെച്ചിട്ട് നമ്മൾ പ്രിന്റ് ചെയ്തേക്കുന്നത്. അതെന്ന് പറയുന്നത് ഈ ഒരു ജൂലൈ എന്ന് പറയുന്ന മാസമാണ്. പക്ഷേ നമ്മൾ എ എന്ന് പറയുന്ന ഒരു സ്വിച്ച് യൂസ് ചെയ്ത് 1 എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് കൊടുത്തു. പറഞ്ഞു മനസ്സിലായോ? എനിക്ക് ഇതിനെ ചിലപ്പോൾ ചില കമാൻഡുകളിലൊക്കെ എനിക്ക് വേണമെങ്കിൽ ഇതിനെ ഇങ്ങനെ കൊടുക്കാം, a=1 ഇങ്ങനെ കൊടുക്കാം. ഇപ്പൊ ഇത് ഞാൻ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ വർക്ക് ചെയ്യില്ല, കാരണം എൻകാൽ എന്ന് പറയുന്ന ഈ ഒരു കമാൻഡ് =, വെച്ചിട്ട് വർക്ക് ചെയ്യില്ല. അത് നമുക്ക് മാനുവൽ പേജസിൽ നിന്ന് അറിയാൻ പറ്റും അത് വർക്ക് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത്. എന്താണ് മാനുവൽ പേജസ് ഈ ക്ലാസ്സിൽ തന്നെ നമ്മൾ പറയും. സോ വെയിറ്റ് ചെയ്യുക, നമ്മൾ ഇതിന്റെയും മാനുവൽ പേജസ് എടുത്ത് നോക്കും. സോ വെയിറ്റ് ചെയ്യുക. അപ്പം ഞാൻ ഇവിടെ എ കൊടുക്കാതിരുന്നു, അപ്പൊ എനിക്ക് എന്തായിരുന്നു പ്രിന്റ് ആയത്? ഓഗസ്റ്റോട് ചേർത്ത് പ്രിന്റ് ആയി. അതേസമയം എനിക്ക് ഇവിടെ വേണമെങ്കിൽ ബി എന്ന് പറയുന്ന വേറൊരു സ്വിച്ച് കൊടുക്കാം. ബി കൊടുത്തു കഴിഞ്ഞാൽ ഉള്ള ഗുണമെന്ന് വെച്ചാൽ ജൂലൈക്ക് മുന്നേ ഉള്ള മാസം, അതായത് ജൂൺ എന്ന് ഉള്ള മാസം പ്രിന്റ് ആവും. സോ എ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആഫ്റ്ററും, ബി എന്ന് ഉദ്ദേശിക്കുന്നത് ബിഫോറും ആണ്. ഓക്കെ, അതായത് ഈ കൊടുത്തിരിക്കുന്ന മാസത്തിന്റെ ആഫ്റ്റർ ആയിട്ടുള്ള മാസം, അതായത് ഓഗസ്റ്റും, അതുപോലെ ബിഫോർ വരുന്ന മാസം, അതായത് ജൂൺ. ഓക്കെ, സോ അങ്ങനെയാണ് ഈ സംഭവം വർക്ക് ചെയ്യുന്നത്. എനിക്ക് വേണം എങ്കിൽ ഇത് രണ്ടും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പൊ ബി ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഞാൻ A1 എന്ന് കൊടുക്കുകയാണെങ്കിൽ ജൂലൈയുടെ മുന്നേ ഉള്ള മാസവും ജൂലൈ കഴിഞ്ഞുള്ള ഒരു മാസവും ഉണ്ടാവും, കാരണം നമ്മൾ ഒന്നെന്നാണ് കൊടുത്തത്. ഇപ്പം ജൂലൈ കഴിഞ്ഞിട്ടുള്ള 2 മാസവും ജൂലൈക്ക് മുന്നേ ഉള്ള ഒരു മാസമാണ് എനിക്ക് പ്രിന്റ് ചെയ്യേണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ കൊടുക്കും. അപ്പൊ സെപ്റ്റംബറൂടെ ചേർത്ത് പ്രിന്റ് ആവും. സോ ഞാനിവിടെ എന്താ ചേഞ്ച് വരുത്തിയേ? ആഫ്റ്റർ 2 ആക്കി. സോ അതാണ് നമ്മൾ എന്ത് കൊടുക്കുന്നു അതിനനുസരിച്ചായിരിക്കും ഒരു കമാൻഡ് വർക്ക് ചെയ്യുന്നത്. സോ ആ സ്വിച്ചുകൾക്ക് വേണമെങ്കിൽ നമുക്ക് ഇൻപുട്ട് കൊടുക്കാൻ പറ്റും. ഇതിപ്പം ഞാൻ ഈ ഫുൾ കമാൻഡിന് കൊടുത്ത ഇൻപുട്ട് ആണെങ്കിൽ ഈ രണ്ടും ഒന്നെന്ന് പറയുന്നത് ഈ സ്വിച്ചുകൾക്ക് കൊടുത്ത ഇൻപുട്ടാണ്.
അതുപോലെ തന്നെ എനിക്ക് സ്വിച്ചുകളെ വേണമെങ്കിൽ കമ്പൈൻ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഈ കേസിൽ എനിക്ക് പറ്റില്ല എയും ബിയുടെ കമ്പൈൻ ചെയ്ത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ ബി എന്ന് വേണമെങ്കിൽ എനിക്ക് കൊടുക്കാം, പക്ഷെ ഈ ഒരു എൻകാലിന് അത് വർക്ക് ചെയ്യില്ല. എ ബി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വർക്ക് ചെയ്യില്ല. പക്ഷെ അങ്ങനെ വേണമെങ്കിൽ എനിക്ക് കൊടുക്കാൻ പറ്റും. പറഞ്ഞു മനസ്സിലായോ? അങ്ങനെ കൊടുക്കാവുന്ന കമാൻഡുകളുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ എൻകാലിന് ഫോർ എക്സാമ്പിൾ -y -u -i -o ഇങ്ങനെ പറഞ്ഞ് കുറെ കമാൻഡുകൾ ഉണ്ടെന്ന്, കുറെ സ്വിച്ചുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഇതിനെ എല്ലാം കൂടെ ചേർത്ത് എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാം കൂടെ ഔട്ട്പുട്ട് ഒരുമിച്ച് വരും. ഓക്കെ, ചില കമാൻഡുകൾക്ക് അങ്ങനെ സ്പെസിഫിക്കലി അങ്ങനെ കൊടുക്കാൻ പറ്റും. ഓക്കെ, അത് നമ്മൾ മാനുവൽ പേജസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അങ്ങനെ കൊടുക്കാൻ പറ്റുന്ന കമാൻഡുകളെ പറ്റി. സോ അതാണ് മാനുവൽ പേജസ് എങ്ങനെ ഇനിയും ആക്സസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇനിയും നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ മാനുവൽ പേജസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ലിനക്സിലോട്ട് വരുമ്പോൾ. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് കമാൻഡുകളെ പറ്റി ഒന്നും അറിയില്ല. ഞാൻ പുതിയൊരാളാണ്, അല്ലേ? ഞാൻ ഈ ഒരു എന്താ പറയുന്നത് ലിനക്സിലോട്ട് ഒരു പുതിയ ആളാണ്, അല്ലെങ്കിൽ ഞാൻ പുതിയതായിട്ടൊരു കമാൻഡ് ഇൻസ്റ്റാൾ ചെയ്തു എൻ്റെ ലിനക്സിലോട്ട്, അല്ലെങ്കിൽ എൻ്റെ സിസ്റ്റത്തിലോട്ട് പുതിയൊരു ടൂൾ ഇൻസ്റ്റാൾ ചെയ്തു. അപ്പൊ ആ ഒരു കമാൻഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് എനിക്ക് അറിയില്ല. അതിന് എന്തൊക്കെ പാരാമീറ്റേഴ്സ് ഉണ്ട്, അതിന് എന്തൊക്കെ സ്വിച്ചുകളുണ്ട്, എന്തൊക്കെ ഇൻപുട്ട് കൊടുക്കാം, എങ്ങനെയൊക്കെ കൊടുക്കാം, ഇതൊന്നും എനിക്കറിയില്ല. അങ്ങനെയാണ് എങ്കിൽ നമ്മൾ മാൻ പേജസ് അനലൈസ് ചെയ്യും. മാൻ പേജസ് അനലൈസ് ചെയ്യുന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കും എങ്ങനെയാണ് ഓരോ കമാൻഡുകളും വർക്ക് ചെയ്യുന്നത്. സോ മാൻ പേജസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. സോ എന്താണ് മാൻ പേജസ്, അല്ലെ? അപ്പം അത് അറിയുന്നതിന് മുന്നേ മാൻ പേജസിനെ ആക്ച്വലി നമ്മൾ കുറെ സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. സോ അത് ഞാൻ ആദ്യം തന്നെ പറയാം. ലൈക്ക് ലിനക്സ് മാൻ പേജസ് സെക്ഷൻ എന്ന് ഞാൻ സെർച്ച് ചെയ്യണം. ഓക്കെ, എനിക്ക് ആദ്യം വരുന്ന ഒരു ഇമേജ് ഞാൻ എടുത്തു കഴിഞ്ഞാൽ, അതെ, ഈ ഒരു ഇമേജ് ഞാൻ എടുക്കുകയാണ്. ഓക്കെ, ഇതിനെ ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്തു, ഓപ്പൺ ഇമേജ് ന്യൂ ടാബ് കൊടുത്തു. ഓക്കെ, ഈ കാണുന്ന പടം നിങ്ങൾ നോക്കാം. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ആക്ച്വലി സ്ട്രക്ചർ ചെയ്തേക്കുന്നത് മാനുവൽ പേജസിനെ. മാനുവൽ പേജസ് എന്ന് വെച്ചാൽ ഡോക്യുമെന്റേഷൻ ആണ്. ഇപ്പം ഓരോ ടൂളുകളെ പറ്റിയുള്ള ഡോക്യുമെന്റേഷൻ. ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വിച്ച് കമാൻഡ് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയായിരുന്നു. വിച്ച് കമാൻഡ്, അതിനെ പറ്റിയുള്ള ഡോക്യുമെന്റേഷൻ, അതെങ്ങനെയൊക്കെ യൂസ് ചെയ്യണം, ഏതൊക്കെ സ്വിച്ചുകൾ അതിനകത്തുണ്ട്, എങ്ങനെയൊക്കെ ഇൻപുട്ട് കൊടുക്കാം, എത്ര ഇൻപുട്ട് കൊടുക്കാം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്, അല്ലെ? അതൊക്കെ പറയുന്ന ഒരു സംഭവമാണ് ആക്ച്വലി പറയുകയാണെങ്കിൽ മാൻ പേജസ് എന്ന് പറയുന്നത്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് യൂസർ കമാൻഡ്സ് ആണ്. യൂസർ കമാൻഡ്സ് എന്ന് വെച്ചാൽ നമ്മൾ യൂസർ റെഗുലർ ബേസിസിൽ അതുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന കൈൻഡ് ഓഫ് കമാൻഡ്സുകൾ. ലൈക്ക് നമ്മൾ അത് വലുതായിട്ടൊന്നും പഠിച്ചിട്ടില്ല, ബട്ട് സ്റ്റിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള കമാൻഡുകളെയാണ് യൂസർ കമാൻഡ്സ് എന്ന് വിളിക്കുന്നത്. അതുപോലെ നോക്കുകയാണെങ്കിൽ രണ്ടിനകത്ത് വരുന്ന എന്താ, സിസ്റ്റം കോൾസ്. ഓക്കെ, അത് ബേസ്ഡ് ആയിട്ടുള്ള കമാൻഡുകളായിരിക്കും രണ്ടിനകത്ത് വരുന്നത്. അതുപോലെ ലൈബ്രറി ഫംഗ്ഷൻസിന് വേണ്ടി, അതുപോലെ ഇവിടെ നമ്മൾ നോക്കുന്ന 3 സെഷൻ എന്ന് പറയുന്നത് 5 നോക്കും, 1 നോക്കും, അതുപോലെ 8 നോക്കും. ഓക്കെ, സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പ്രിവിലേജ്ഡ് കമാൻഡ്സ് അതിനെപ്പറ്റി നമ്മൾ നോക്കും, അതുപോലെ 5 നോക്കും, അതുപോലെ 1 നോക്കും. ഇങ്ങനത്തെ 3 സംഭവമായിരിക്കും നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു കോഴ്സിൽ ത്രൂ ഔട്ട്. സോ അതാണ് സെക്ഷൻസ്. അപ്പം ഓരോ കമാൻഡും ഓരോ സെക്ഷനായിട്ട് തിരിച്ചിട്ടുണ്ട്. ഓക്കെ, ഞാനിപ്പം ഇത് ക്ലോസ് ചെയ്യണം, നമുക്ക് ഇതിന്റെ പ്രാക്ടിക്കൽ സൈഡിലോട്ട് കിടക്കാം. സോ ഞാനിവിടെ ടെർമിനൽ ഞാൻ ഓൾറെഡി തുറന്നു വെച്ചിട്ടുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഞാനിപ്പോൾ ഒരു പുതിയ യൂസറാണ്. ഓക്കെ, എനിക്ക് ഈ ടെർമിനലിൽ എന്തൊക്കെ ഉണ്ട്, എന്തൊക്കെ ടൂൾസ് ഉണ്ട്, ഏതൊക്കെയാണെന്നൊന്നും എനിക്കറിയില്ല. അപ്പൊ എനിക്ക് തുടക്കത്തുനിന്നേ കണ്ടുപിടിക്കണം. എനിക്ക് ഫോർ എക്സാമ്പിൾ എനിക്ക് കലണ്ടർ വ്യൂ ചെയ്യണം ടെർമിനൽ വഴി. അതിനെന്തെങ്കിലും ടൂൾ ഉണ്ടോ എന്ന് എനിക്ക് ആക്ച്വലി ചെക്ക് ചെയ്യണം. അപ്പൊ ഞാൻ എന്താണ് ചെയ്യുന്നത്, ഞാൻ മാൻ എന്ന് ടൈപ്പ് ചെയ്യും. സോ മാൻ ആണ് മാനുവൽ പേജസ് നോക്കാൻ വേണ്ടിയുള്ള കമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, MAN, മാൻ. ഓക്കെ, സോ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു പാരാമീറ്റർ അല്ലെങ്കിൽ ഒരു സ്വിച്ച് കൊടുക്കും. അതെന്ന് പറയുന്നത് -k ആണ്. K എന്ന് വെച്ച് കഴിഞ്ഞാൽ കീവേഡ് വെച്ചിട്ട് സെർച്ച് ചെയ്യുക. ഇപ്പൊ ഞാൻ കൊടുക്കാൻ പോകുന്ന കീവേഡ് എന്ന് വെച്ചാൽ കലണ്ടർ ആണ്. കാരണം അപ്പൊ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ കലണ്ടർ എന്ന് പറയുന്ന കീവേഡ് എടുത്തിട്ട് ഇവർ ഫുൾ ഡോക്യുമെന്റേഷൻ സെർച്ച് ചെയ്യും. അതായത് നമ്മുടെ ലിനക്സിലുള്ള ഫുൾ മാനുവൽ പേജസിന്റെ ഡോക്യുമെന്റേഷൻ എടുത്ത് സെർച്ച് ചെയ്യും. അപ്പൊ കലണ്ടർ എന്ന് പറയുന്ന വാക്ക് ഏതെങ്കിലും ഒരു ഡോക്യുമെന്റേഷനിൽ വരുന്നുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് ആക്ച്വലി റിട്ടേൺ ചെയ്യും. ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ കൊടുക്കുകയാണ് കലണ്ടർ, DAR കലണ്ടർ എന്ന് ഞാൻ കൊടുത്തിട്ട് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ നോക്കിയാൽ അറിയാം ഇത്രയും ഡോക്യുമെന്റേഷൻ ഈ കലണ്ടർ എന്ന് പറയുന്നൊരു സംഭവം വരുന്നുണ്ട്. ഓക്കെ, ഡേറ്റ് എന്ന് പറയുന്ന ഒരു ഇതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ ഇമേജ് എൻകാലും ക്യാലും നമ്മൾ ഓൾറെഡി നമ്മൾ നോക്കിയതാണ്. എൻകാലും ക്യാലും ബേസിക്കലി പറയുകയാണെങ്കിൽ എൻകാല് തന്നെയാണ് ക്യാല്. ഈ എൻകാലും ക്യാലും ഒക്കെ നോക്കിയാൽ അറിയാം
1 എന്നാണ് കൊടുത്തിരിക്കുന്നത് ഇല്ലേ? 1 എന്നാണ് കൊടുത്തിരിക്കുന്നത്. എന്താണ് 1 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഫസ്റ്റ് സെക്ഷനിൽ വരുന്ന ഒരു കമാൻഡാണ് കാലും എൻകാലും ഒക്കെ. അപ്പം കാലും എൻകാലും ഫസ്റ്റ് സെക്ഷനിൽ വരുന്നു എന്ന് അർത്ഥമാക്കുന്നത് എന്താണ്? യൂസർ കമാൻഡ്സ് ആണ് എന്നാണ് അതിന് അർത്ഥമാക്കുന്നത്. അതായത് നമ്മൾ അടിച്ചിരുന്ന എൻകാലും കാലും എന്നൊക്കെ പറയുന്നത് യൂസർ കമാൻഡ്സ് ആയിരുന്നു. അപ്പൊ ഞാൻ ഇവിടെ അപ്പൊ എനിക്കറിയാം ഇത് ഏത് സെക്ഷനിലാണ് എൻകാൽ ഉള്ളതെന്ന്. സോ എനിക്ക് ഈ എൻകാലിന്റെ ഡോക്യുമെന്റേഷൻ നോക്കണം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഡിസ്പ്ലേസ് എ കലണ്ടർ ആൻഡ് ദ ഡേറ്റ് ടു ഫീസ്റ്റ്. സോ അങ്ങനെയാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ എനിക്ക് ഇത് കലണ്ടർ ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു കമാൻഡ് ആണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ എനിക്ക് ഇനി ഇതിന്റെ ഡോക്യുമെന്റേഷൻ നോക്കണം. ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുന്നതെന്നൊക്കെ അറിയണമല്ലോ. അപ്പൊ അതിന്റെ ഡോക്യുമെന്റേഷൻ എനിക്ക് നോക്കണം. അതെങ്ങനെ എനിക്ക് നോക്കാൻ പറ്റും? സെയിം കമാൻഡ് തന്നെയാണ്, മാൻ തന്നെയാണ്, പക്ഷെ നമ്മൾ -k ഇനി യൂസ് ചെയ്യില്ല. അത് നമ്മൾ സെർച്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തായിരുന്നു അല്ലെ. ഇനി നമ്മൾ സ്പെസിഫിക്കലി പറഞ്ഞു കൊടുക്കും ഏത് സെക്ഷനിലാണ് നമുക്ക് ഈ ഒരു കമാൻഡ് ഇരിക്കുന്നത്. ഏത് സെക്ഷനിലാണ്? ഫസ്റ്റ് സെക്ഷനിലായിരിക്കുന്നത്. കാരണം നമുക്ക് ഇവിടെ കിട്ടി ഫസ്റ്റ് സെക്ഷനിലായി സാധനം ഇരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഏത് കമാൻഡ് ആണെന്ന് വെച്ചാൽ അത് കൊടുക്കും. ഇപ്പൊ എനിക്ക് വേണ്ടത് എൻകാൽ ആണ്, എൻകാൽ എന്ന് ഞാൻ കൊടുത്തു. എന്നിട്ട് ഞാൻ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഇതുപോലൊരു സ്ക്രീനിലോട്ട് മാറും. അപ്പൊ അത് മനസ്സിലായി, ഇതുപോലൊരു സ്ക്രീനിലോട്ട് മാറും. ഇപ്പൊ ജനറൽ കമാൻഡ്സ് മാനുവൽ എന്നാണ് എൻ്റെ പേര്. കാൽ എന്ന് പറയുന്ന കമാൻഡാണ്. ഓക്കെ, കാലും എൻകാലും ഏകദേശം ഒന്ന് തന്നെയാണ്. ഞാനപ്പോ എൻകാൽ എന്ന് അടിച്ചിട്ട് ഈ -യും -ബിയും ഒക്കെ കൊടുക്കുന്ന പോലെ തന്നെയാണ് കാൽ എന്ന് കൊടുത്തിട്ട് ഇതെല്ലാം അടിക്കുന്നത്. സോ അങ്ങനെയാണ് ഈ സംഭവം വർക്ക് ചെയ്യുന്നത്. ഓക്കെ, പറയുകയാണെങ്കിൽ അങ്ങനെയാണ് ഈ സംഭവം വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സിമ്പിൾ ആണ്. അപ്പം ഇത് നോക്കിക്കഴിഞ്ഞാൽ ഡിസ്പ്ലേസ് എ കാലണ്ടർ ആൻഡ് ഡേറ്റ് ടു ഫീസ്റ്റ്. മുമ്പേ കണ്ട ഒരു സാധനം തന്നെ. അപ്പൊ ഇതിലെ തന്നെ ഈ കാലണ്ടർ വെച്ചിട്ടായിരുന്നു ആ -k വർക്ക് ചെയ്തത്. അപ്പൊ ഈ കലണ്ടറിനെ ഫെച്ച് ചെയ്തതിലൂടെയാണ് നമുക്ക് അങ്ങനെ ഒരു ഔട്ട്പുട്ട് കിട്ടിയത് മുമ്പേ. സോ ഇതിൽ നിന്ന് വെളിയിൽ പോകാൻ തന്നെ ഇവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ക്വിറ്റ് ചെയ്യാൻ എച്ച്. അതിന്റെ കൂടുതൽ ഹെൽപ്പിന് വേണ്ടി എച്ച് ഞെക്കുക. ഇപ്പൊ ഞാൻ ക്വിറ്റ് ചെയ്യാൻ QL ആണ് ഞെക്കേണ്ടത്. ഓക്കെ, QA ഞെക്കി കഴിഞ്ഞാൽ ഇതിൽ നിന്ന് വെളി വരും, മറ്റേ പഴയ ടെർമിനലിലോട്ട് വരും. സോ എനിക്ക് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. അതായത് ഇവിടെ ഇപ്പൊ ഞാൻ 1 സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കൊടുത്തു ഇല്ലേ? ഞാനിപ്പോ 1 സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കൊടുത്തില്ലെങ്കിലും എനിക്ക് ഈ സാധനം തുറന്നു വരും. കണ്ടോ, സെയിം സാധനം തന്നെയാണ് തുറന്നു വരുന്നത്. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാവും ഏത് സെക്ഷനിൽ പെടുന്നതാണ്. ഫസ്റ്റ് സെക്ഷനിൽ പെടുന്ന ഒരു കമാൻഡാണ് അത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നെയിം കാല് എൻകാല് ഡിസ്പ്ലേസ് എ കലണ്ടർ ആൻഡ് ഡേറ്റ് ഫീസ്റ്റർ. ഓക്കെ, അതിന്റെ ആ ഒരു നെയിമും അതിന്റെ പ്രൈമറി യൂസ് എന്താണെന്നുള്ളതാണ് അതിൽ വരുന്നത്. ഓക്കെ, ഈ സിനോപ്സിസ് എന്ന് പറയുന്ന ഈ സാധനമാണ് ഭയങ്കര ഇമ്പോർട്ടന്റ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് ഇൻപുട്ടുകൾ കൊടുക്കരുതാത്ത അങ്ങനൊക്കെ കാര്യങ്ങൾ. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ -a നമുക്ക് കൊടുക്കാം, അത് കൊടുക്കാം, -b അതുപോലെ കൊടുക്കാം, അതുപോലെ മന്ത് ഇയർ. അപ്പൊ 2 ഇൻപുട്ട് എനിക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അല്ല എങ്കിൽ -m വെച്ച് മന്തിനെ സ്പെസിഫൈ ചെയ്തിട്ട് ഇയർ കൊടുക്കാം. അപ്പൊ ഇവര് പറഞ്ഞ പോലെ നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഇപ്പൊ അതിനെ തന്നെ ഷോർട്ട് കട്ടായിട്ട് തന്നെ ഇങ്ങനെയും കൊടുക്കാം എന്നാണ് അവർ പറയുന്നത്. എനിക്കറിയില്ല, ഞാനത് ചെയ്ത് നോക്കിയിട്ടില്ല. എനിവേ നമുക്ക് ഇപ്പൊ ഈ മന്തിനെ ഇങ്ങനെ നോക്കാം. ഓക്കെ, ഞാനിപ്പോ ക്വിറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് ഞാൻ ഇവര് എൻകാലിന് പകരം കാല് യൂസ് ചെയ്യാമെന്നാണ് പറഞ്ഞത് ഇല്ലേ? ഞാൻ കാല് തന്നെ യൂസ് ചെയ്യാണ്. കാല് -a ഞാനൊരു 2 മാസം മുന്നേയും -b ഒരു 3 മാസം മുന്നേ, പിന്നെ അതിന്റെ കൂടെ -m വെച്ചിട്ടായിരുന്നു മന്തിനെ സ്പെസിഫൈ ചെയ്യേണ്ടത്. ഞാനൊരു 5ാമത്തെ മാസം, അതായത് ജൂണിന് മുന്നേ ഉള്ള മാസം കൊടുത്തു. എന്നിട്ട് ഞാൻ ഒരു വർഷവും കൂടെ സ്പെസിഫൈ ചെയ്യാണ്, 2002. ഓക്കെ, എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ അതെ, അങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റുമായിരുന്നു. ഇവിടെ ഇപ്പം ജൂണിന് മുന്നേ മെയ് ആയിരുന്നു വരുന്നത്. മെയ് കഴിഞ്ഞിട്ടുള്ള 2 മാസം, ആഫ്റ്റർ 2 ആയിരുന്നു നമ്മൾ കൊടുത്തത്. മെയ്ക്ക് മുന്നേ ഉള്ള 3 മാസം, ബിഫോർ 3 ആയിരുന്നു നമ്മൾ കൊടുത്തത്. സോ അത്രയും പ്രിന്റ് ആയി. സോ ഇത് ഞാനിപ്പോ മാനുവൽ പേജസിൽ നിന്ന് മനസ്സിലാക്കിയത് വെച്ച് കൊടുത്താണ്. -m എനിക്ക് കൊടുക്കാൻ പറ്റുമെന്ന് മനസ്സിലായി. സോ അതുപോലത്തെ വേറെയും പല കാര്യങ്ങളും കാണും. ഞാനിപ്പോ അതെനിക്ക് അറിയണമെങ്കിൽ ഞാൻ വീണ്ടും അതിന്റെ മാൻ പേജസിലോട്ട് പോയി. ഓക്കെ, ഞാൻ മുകളിലോട്ടുള്ള ആരോ ഞെക്കി കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് അടിച്ച കമാൻഡുകളെല്ലാം വിസിബിൾ ആകും. ഓക്കെ, അങ്ങനെയാണ് ഞാനിപ്പോൾ ചെയ്തത്. മുകളിലോട്ടുള്ള ആരോ ഞെക്കിയാണ് ആ 2 കമാൻഡുകൾ എടുത്തത്. സോ അത് എനിക്ക് തോന്നുന്നു ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. സോ എനിവേ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വേറെയും ഓപ്ഷൻസ് ഉണ്ട്. -h ടേൺ ഓഫ് ഹൈലൈറ്റിംഗ് ഓഫ് ടുഡേ. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വെറുതെ കാല് റൺ ചെയ്യിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇന്നത്തെ ദിവസം, അതായത് 4 എന്ന് പറയുന്നത് ഡിസ്പ്ലേ ആയി ലൈക്ക് വൈറ്റ് ബോക്സിൽ ഹൈലൈറ്റ് ചെയ്തായിരിക്കും വരുന്നത്. അതിനെ കളയണമെങ്കിൽ -h യൂസ് ചെയ്യാം എന്നാണ് ഇവർ പറയുന്നത്. ഞാനിപ്പം അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം. ഇവിടെ ഇപ്പം മാനല്ല, കാലെന്നും കൊടുക്കാം, എൻകാലെന്നും കൊടുക്കാം. ഓക്കെ, എനിവേ നിങ്ങളുടെ ഇഷ്ടമാണ്. കാലെന്ന് ഞാൻ വെറുതെ അടിക്കുമ്പോൾ ആക്ച്വലി ഡിസ്പ്ലേ ആവുന്നില്ല. എൻകാലെന്ന് ഞാൻ അടിച്ചു നോക്കാം.
എൻകാൽ എന്ന് അടിക്കുമ്പോൾ ആക്ച്വലി ഡിസ്പ്ലേ ആവുന്നുണ്ട് 5 ആണ് വരുന്നത്. ഓക്കെ, -H ഞാൻ കൊടുത്തു, അപ്പോൾ ദേ ആക്ച്വലി വരുന്നില്ല, ഹൈലൈറ്റിങ് മാറി. ഓക്കെ, അപ്പൊ അതാണ് അവർ പറഞ്ഞിരുന്നത്. സോ അത് വർക്ക് ചെയ്യുന്നുണ്ട്, അവർ പറഞ്ഞിരുന്ന ആ ഒരു കാര്യം വർക്ക് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കുന്നു ഈ എഴുതിയേക്കുന്ന കാര്യങ്ങളെ എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. ഇപ്പൊ ഈ ടേൺ ഓഫ് ഹൈലൈറ്റിംഗ് ഓഫ് ടുഡേ എന്ന് പറയുന്നത് നിങ്ങൾ ആലോചിക്കണം എന്താണ് സംഭവം. അതിന് നിങ്ങൾ ആ കമാൻഡ് റൺ ചെയ്യിച്ച് നോക്കണം എന്താണ് സംഭവം എന്ന് അറിയണമെങ്കിൽ, അല്ലെ? അതാണ്, അങ്ങനെയാണ് ഈ സംഭവം വർക്ക് ചെയ്യുന്നത്. അതുപോലെ കുറെ ഉണ്ട് ആക്ച്വലി. ഓരോ കലണ്ടർ ഡിസ്പ്ലേ ചെയ്യിക്കാൻ, ജൂലിയൻ കലണ്ടർ ഡിസ്പ്ലേ ചെയ്യിക്കാൻ ജെ കൊടുക്കാം. ഓക്കെ, കമ്പൈൻഡ് ഓപ്ഷൻ ഓയുടെ ചേർത്ത് കണ്ട് കൊടുക്കാം. ഓർത്തഡോക്സ് ഈസ്റ്റർ അക്കോർഡിംഗ് ടു ജൂലിയൻ കലണ്ടർ. പിന്നെ ഡിസ്പ്ലേ ഡേറ്റ് ഓഫ് ഈസ്റ്റർ ആണെങ്കിൽ വെസ്റ്റേൺ ചർച്ചസിൽ കൊടുക്കാം. സോ അങ്ങനത്തെയാണ് ഈ ഒരു കമാൻഡേ ബേസ്ഡ് ഓൺ ഈസ്റ്റർ എങ്ങാണ്ടാണ്, ഡേറ്റ് ഓഫ് ഈസ്റ്റർ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ വേണ്ടിയൊക്കെ ഉള്ള ഒരു കമാൻഡ് പോലെയാണ് ഈ സംഭവം വർക്ക് ചെയ്യുന്നത്. സോ അങ്ങനെ കുറെ ഉണ്ട്. -M വീക്ക് സ്റ്റാർട്ട്സ് ഓൺ മൺഡേ അങ്ങനെ പറഞ്ഞ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാം. നമുക്ക് ചുമ്മാ ഒന്ന് കൊടുത്തു നോക്കാം -M എന്താണ്. എൻകാൽ -M ആണ്. അതാണ് കേസ് സെൻസിറ്റീവ് ആണ്. ഞാനത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. ഇപ്പൊ ഞാൻ സ്മോൾ എം കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് മന്തിനെ സ്പെസിഫൈ ചെയ്യും. ഇവിടെ M കൊടുത്തു കഴിഞ്ഞാൽ കാര്യമായിട്ടൊന്നും സംഭവിച്ചില്ല. എനിക്കറിയില്ല എങ്ങനെയാണ് ആ സംഭവം വർക്ക് ചെയ്യുന്നത്. എനിവേ അത് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്താൽ മതി. ഓക്കെ, അത് നിങ്ങൾക്ക് ഞാൻ വിട്ടു തന്നിരിക്കുന്നു എക്സ്പ്ലോർ ചെയ്യാൻ. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് ഇത് ക്ലിയർ ചെയ്യുകയാണ്. അപ്പം ഇത് ക്ലിയർഡ് ആയി. ഇനിയും നമുക്ക് നോക്കാനുള്ളത് ഈ മാൻ പേജസിനെ എങ്ങനെ കൂടുതൽ അനലൈസ് ചെയ്യാം. ഞാനിപ്പോൾ മാൻ വേറൊരെണ്ണം നോക്കുകയാണ്, മാൻ വിച്ച് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി നോക്കിയാണല്ലോ. എവിടെയാണ് ഒരു കമാൻഡ് ഇരിക്കുന്നത് എന്ന് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ വിച്ച് യൂസ് ചെയ്യുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ സിനോപ്സിസ്, ഇവിടെ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഉണ്ട് ഇല്ലേ? സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് നമ്മൾ കൊടുത്തേക്കുന്നത് ആക്ച്വലി എന്താണ്? സ്വിച്ചസ് ആണ്. സ്വിച്ചസ് നമുക്ക് അപ്പം ഇങ്ങനെ കൊടുക്കാം, അത് ഓപ്ഷണൽ ആണ്. കൊടുക്കാം, വേണമെങ്കിൽ കൊടുക്കാം, വേണമെങ്കിൽ കൊടുക്കാതിരിക്കാം. അതാണ് ഈ സ്ക്വയർ ബ്രാക്കറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സ്ക്വയർ ബ്രാക്കറ്റിലല്ല കൊടുക്കുന്നതെങ്കിൽ അത് മസ്റ്റ് ആണ്. ഓക്കെ, ഫയൽ നെയിം മസ്റ്റ് ആണ്. ഇത് കഴിഞ്ഞിട്ട് 3 കുത്ത് ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, 3 കുത്ത്. സോ അത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ ഇൻപുട്സ് കൊടുക്കാം എന്നാണ്. ഫയൽ നെയിം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഇൻപുട്ട് നിങ്ങൾക്ക് കൊടുക്കാം. ഇവിടെ 3 കുത്തൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ ഇൻപുട്സ് കൊടുക്കാം. അതായത് ഞാനിപ്പം വിച്ചിന്റെ വെച്ചിട്ട് ഇതിനകത്ത് പൈത്തൺ ഉണ്ട്. ഓക്കെ, പൈത്തൺ എവിടെയാണ് എന്ന് അറിയണമെങ്കിൽ എനിക്ക് ഇങ്ങനെ ചെയ്യാം. അതേസമയം ഞാൻ പൈത്തണും പേളും എവിടെയാണ് എന്ന് നോക്കണമെങ്കിൽ 2 ഇൻപുട്ടായിട്ട് ഒറ്റ കമാൻഡിന് കൊടുക്കാം. അപ്പൊ അതെ 2ന്റെ ഡിസ്പ്ലേ ആയി, കണ്ടോ? അതാണ് ആ 3 കുത്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൾട്ടിപ്പിൾ ഇൻപുട്സ് എനിക്ക് ഒരു സമയത്ത് ഒരു കമാൻഡിന് കൊടുക്കാൻ പറ്റും. വിച്ചിന് എനിക്കിപ്പം വേറെയും ഒരു ഇത് കൊടുക്കാം. വേണമെങ്കിൽ ഇപ്പൊ എൻകാൽ എവിടെ ഇരിക്കുന്നതെന്ന് എനിക്ക് നോക്കാം. അപ്പൊ 3 എണ്ണം കൂടെ ഒരുമിച്ചിട്ടുണ്ടാവും. പറഞ്ഞു മനസ്സിലായോ? ഇതാണ് ആക്ച്വലി മാൻ പേജസിന്റെ ഗുണം എന്ന് പറയുന്നത്. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. ഇതുപോലെ വരുന്ന വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ആംഗുലാർ ബ്രാക്കറ്റ് വരും. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ എൻകാലിന് അങ്ങനെ ഇല്ല. എൻകാലിന് ഞാനിപ്പോ ഇവിടെ ഫയൽ നെയിം ഉണ്ടെന്ന് വിചാരിക്കാം. ഇത് മാൻഡേറ്ററി ആണ്, ഇത് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. ഓക്കെ, കൊടുത്താലേ ഈ കമാൻഡ് വർക്ക് ചെയ്യത്തുള്ളൂ. ഇപ്പൊ ഞാൻ വിച്ചിന് അത് മാൻഡേറ്ററി ആയിട്ട് കണ്ടില്ല. അപ്പൊ ഞാൻ ഇവിടെ വിച്ച് എന്ന് വെറുതെ അടിച്ചു കഴിഞ്ഞാൽ എററൊന്നുമില്ല, ജസ്റ്റ് അത് പ്രിന്റ് ആവും. ഓക്കെ, അത് അതുപോലെ തന്നെ വരും. സോറി. അപ്പൊ നിങ്ങൾ ഇനി നോക്കണ്ടെന്ന് വെച്ചാൽ ഇങ്ങനെ വരുന്ന സാധനങ്ങൾ, ഈ ആംഗുലാർ ബ്രാക്കറ്റിനകത്ത് സംതിങ് എന്ന് പറഞ്ഞു വരികയാണെങ്കിൽ ആ ഒരു സംഭവം എന്ന് പറയുന്നത് മാൻഡേറ്ററി ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് പിന്നെ വരാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഈ മുമ്പേ ഞാൻ പറഞ്ഞില്ലേ സ്വിച്ചുകൾ മാൻഡേറ്ററി അല്ലാത്ത സ്വിച്ചുകളെയൊക്കെ നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിൽ ഇടും. അപ്പൊ അതിൽ തന്നെ ഇപ്പൊ -A കഴിഞ്ഞിട്ട് ഒരു പൈപ്പ് സിമ്പിൾ ഇട്ടിട്ട് -B ഇങ്ങനെ വരികയാണെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു സ്വിച്ച് ഒരു സമയത്ത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. രണ്ടും കൂടെ ഒരുമിച്ച് യൂസ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഈ പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർ സിമ്പിൾ പോലെയാണ് ആക്ട് ചെയ്യുന്നത്. സോ അതിൽ ഏതെങ്കിലും ഒരെണ്ണമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അറ്റ് എ ടൈം. അതാണ് അവർ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ എനി ഓഫ് ഇറ്റ് അത് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ അതുപോലെ ഞാനിപ്പം അറിയില്ലാത്തൊരു കാര്യമാണ് ഡയറക്ടറി ലിസ്റ്റിംഗ്. നമുക്ക് അതിലോട്ട് ചെറുതായിട്ടൊന്ന് കടക്കാം. ഓക്കെ, ഡയറക്ടറി ലിസ്റ്റിംഗ് എനിക്കറിയില്ല. അപ്പം ഞാൻ മാൻ പേജസ് സെർച്ച് ചെയ്യുകയാണ്. ഞാൻ -K ഡയറക്ടറി ലിസ്റ്റിംഗ് എന്ന് വെച്ചാൽ ഫോൾഡർ ലിസ്റ്റിംഗ്. അതായത് ഈ പറയുന്ന ഫോൾഡേഴ്സ് ഒക്കെ എനിക്ക് ലിസ്റ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് ടെർമിനൽ വഴി, അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. സോ ലിസ്റ്റ് ഡയറക്ടറി എന്ന് ഞാൻ അടിച്ചു കഴിഞ്ഞാൽ എന്താണ് വരുന്നത് നോക്കാം. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ
ലിസ്റ്റ് ഡയറക്ടറി കണ്ടൻസ് DIR നമുക്ക് യൂസ് ചെയ്യാം, LS നമുക്ക് യൂസ് ചെയ്യാം, അതുപോലെ NTFS NTFS ഫയൽ സിസ്റ്റം, അതായത് വിൻഡോസിന്റെ ഒക്കെ ഫയൽ സിസ്റ്റത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കമാൻഡാണ്. പിന്നെ VDIR എന്ന് പറഞ്ഞൊരു കമാൻഡ് യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയും മൾട്ടിപ്പിൾ കമാൻഡ്സ് ഉണ്ട് ലിസ്റ്റ് ചെയ്യാൻ. നമുക്ക് ചുമ്മാ ഒന്ന് DIR അടിച്ച് നോക്കാം എന്താണ് വരുന്നത്. DIR അടിച്ചപ്പോൾ ഇത്രയും സാധനം വന്നു. ഇതെന്താണ് ഇത്രയും സംഭവം വന്നേക്കുന്നത്? ഒന്നുമില്ല, സിമ്പിൾ ആണ്. ഇത് ഞാൻ ഒരു രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ കാണുന്ന ഇത് കണ്ടോ, ഇതെന്ന് പറയുന്നത് ഹോം ആണ്. ഓക്കെ, കാലിയുടെ ഹോം ആണ്. ഓക്കെ, കാലി എന്ന് പറയുന്ന യൂസറുടെ ഹോം ആണ്. അപ്പൊ ഈ ഒരു കാലിയിൽ നിന്ന് കഴിഞ്ഞാൽ ഇത്രയും സാധനങ്ങളാണ് ഞാൻ കാണുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്തോ ആണ്, ആ ഒരു സാധനങ്ങൾ തന്നെയാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യിപ്പിച്ചേക്കുന്നത് ഇല്ലേ. ഇവിടെ ഡെസ്ക്ടോപ്പ് ഉണ്ട്, ഡെസ്ക്ടോപ്പ് ഇവിടെ ഇല്ലേ, ഡോക്യുമെന്റ്സ് ഇവിടെ ഉണ്ട്, ഡോക്യുമെന്റ്സ് ഇവിടെ ഇല്ലേ, ഡൗൺലോഡ്സ് ഇവിടെ ഉണ്ട്. അപ്പം ഈ ഉള്ള ഡയറക്ടറീസിനെ എല്ലാം നമുക്ക് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി DIR നമുക്ക് യൂസ് ചെയ്യാം. നിങ്ങൾ വിൻഡോസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതായിരിക്കും യൂസ് ചെയ്യുന്നത്. കമാൻഡ് പ്രോംപ്റ്റിലൊക്കെ DIR എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് അവിടെ സംഭവിക്കുന്നത്, ലിസ്റ്റ് ചെയ്യും ഡയറക്ടറീസിനെ. പക്ഷെ നമ്മൾ വിൻഡോസ് അല്ല യൂസ് ചെയ്യുന്നത്. ലിനക്സിന് വേണ്ടി സ്പെഷ്യലി മേഡ് ചെയ്തേക്കുന്ന ഒരു കമാൻഡ് ഉണ്ട്, അതെന്ന് പറയുന്നത് LS ആണ്. ഓക്കെ, LS അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവം വരും. ഇത് ഇച്ചിരൂടെ ഹൈലൈറ്റഡ് ആണ്, ഇച്ചിരൂടെ നമുക്ക് യൂസ് കേസ് കൂടുതൽ വരുന്ന ഒരു സാധനമാണ് LS എന്ന് പറയുന്ന കമാൻഡ്, ലിസ്റ്റ് ഡയറക്ടറി. ഓക്കെ, ലിസ്റ്റ് ഡയറക്ടറി ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കമാൻഡാണ് LS എന്ന് പറയുന്നത്. സോ അതാണ് LS എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ LSനെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. നമുക്ക് ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഇനി വരുന്ന ക്ലാസ്സിൽ LSനെ പറ്റിയൊക്കെ പഠിക്കാം. സോ LSന്റെ തന്നെ മാൻ പേജസ് ഞാൻ എടുത്തു നോക്കാന്ന് വെച്ചു. മാൻ LS എന്ന് നോക്കുകയാണെങ്കിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ LSന് ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് പഠിക്കാനാണെങ്കിൽ LSനെ മാത്രം എടുത്തിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് പഠിക്കാൻ. ഒരുപാട് സ്വിച്ചുകളുണ്ട് കണ്ടോ, ഇത് ഇങ്ങനെ സ്ക്രോൾ ചെയ്തിട്ട് തീരുന്ന പോലും ഇല്ല, കുറെ ഉണ്ട്. അപ്പൊ അത്രയും സ്വിച്ചുകളുണ്ട്. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയും സിനോപ്സിസ് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ മാൻഡേറ്ററി അല്ല, നമുക്ക് മൾട്ടിപ്പിൾ സാധനങ്ങളെ LS ചെയ്യാം. ഓക്കെ, മൾട്ടിപ്പിൾ ഫയൽസിനെ LS ചെയ്യാമെന്ന് പറഞ്ഞേക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഈ പറയുന്ന ഡൗൺലോഡ്സിനകത്ത് എന്തേലും ഉണ്ടോ എന്ന് നമുക്ക് കൊടുക്കാൻ പറ്റും. അതുപോലെ മ്യൂസിക്കിനകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ ഇവിടെ പോയി, എന്നിട്ട് ഞാൻ LS ഡൗൺലോഡ്സ് എന്ന് കൊടുത്തു. ഓക്കെ, ഡൗൺലോഡ്സ് എന്ന് പറയുന്ന ഡയറക്ടറിക്കകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് കൊടുത്തു. അതുപോലെ ഞാൻ മ്യൂസിക് എന്ന് കൊടുത്തു. കണ്ടോ, രണ്ടിനകത്തും ഒന്നും ഇല്ല, അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. അതേസമയം ഞാൻ ഡൗൺലോഡ്സിനകത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഒരു പുതിയ ഫോൾഡർ തുടങ്ങുകയാണ്. സൈബർ ക്ലബ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഞാൻ തുടങ്ങിയെന്ന് വിചാരിക്കും. ഓക്കെ, എന്നിട്ട് ഞാൻ ഈ സെയിം കമാൻഡ് ഒന്നുകൂടെ റൺ ചെയ്യിച്ചു കഴിഞ്ഞാൽ ഇവിടെ നോക്കിയാൽ സൈബർ ക്ലബ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ട് ഡൗൺലോഡ്സിൽ. പറഞ്ഞു മനസ്സിലായോ? ഇവിടെ ഇപ്പൊ ഈ കോഡ്സ് വന്നാണ്ടോ, ഇവിടെ വല്ലതും കോഡ്സ് ഉണ്ടോ? അത് എന്തുകൊണ്ടാണെന്നറിയോ? ഇവിടെ ഞാൻ ഇടയ്ക്ക് ഒരു സ്പേസ് ഇട്ടതുകൊണ്ടാണ്. ഞാനിപ്പോൾ ഇതിന്റെ സ്പേസ് മാറ്റുവാന്ന് വെച്ചു. ഞാൻ ജസ്റ്റ് റീനെയിം ചെയ്തു, എന്നിട്ട് ഞാൻ ഇവിടുത്തെ സ്പേസ് മാറ്റി, എന്നിട്ട് ഞാൻ ഇതിനെ വീണ്ടും റീനെയിം ഞെക്കിയിട്ട് ഒന്നുകൂടി ഇത് റൺ ചെയ്യിച്ചു കഴിഞ്ഞാൽ ആ ഒരു കോഡ്സ് അങ്ങ് പോയി. കണ്ടോ, കാരണം ഈ സ്പേസിനെ ഒരു എന്താ പറയുക എസ്കേപ്പ് സീക്വൻസ് പോലെയാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പം ഇവർക്കത് പ്രിന്റ് ചെയ്യിക്കാൻ ഈ ഒരു മാർഗമേ ഉള്ളൂ, ഇവിടെ പ്രിന്റ് ചെയ്യിച്ച് കാണിക്കാം. ഇപ്പം നമുക്ക് ഈ ഒരു ഡയറക്ടറി കയറണമെങ്കിലും അതിനെപ്പറ്റി നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഞാനിപ്പോൾ പറഞ്ഞു തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങളുണ്ട്, അതിനെപ്പറ്റി നമുക്ക് ഇനി വരുന്നൊരു ക്ലാസ് ഡിസ്കസ് ചെയ്യാം. എനിവേ, അതുകൊണ്ടാണ് അവിടെ സ്പേസ് വന്നതുകൊണ്ടാണ് ഇത് വന്നത് എന്ന് മാത്രം ഇപ്പം മനസ്സിലാക്കുക നിങ്ങൾ. ഓക്കെ, അപ്പൊ ഞാനിത് ജസ്റ്റ് ക്ലിയർ ചെയ്യുകയാണ്. വീണ്ടും ഞാൻ മാൻ LS കയറുകയാണ്. LSന്റെ കുറച്ചുകൂടെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇതിനകത്ത് -L എന്ന് പറഞ്ഞൊരു പാരാമീറ്റർ ഉണ്ട്. അതെ, യൂസ് ഫോർ ലോങ് ലിസ്റ്റിംഗ് ഫോർമാറ്റ്. ഞാൻ അതൊന്ന് കൊടുത്തു നോക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് ഇത് ചെയ്തു, എന്നിട്ട് ക്ലിയർ ചെയ്യുകയാണ്. LS-L എന്ന് ഞാൻ കൊടുത്തു. ഇവിടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ, ലോങ് ലിസ്റ്റിംഗ് ഫോർമാറ്റ്. ഇവിടെ ഈ കൊടുത്തേക്കുന്നതെന്ന് വെച്ചാൽ പെർമിഷൻസ് ആണ്. ഓക്കെ, പെർമിഷൻസ് എങ്ങനെ അൾട്ടർ ചെയ്യാം, അതിനെ എങ്ങനെ മാറ്റിയെടുക്കാം, അതൊക്കെ നമുക്ക് ഇനി പറയാം. അതുപോലെ ഇവിടെ പല കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. കാലി ഇത് ഗ്രൂപ്പിനും യൂസറിനും ഒക്കെയുള്ള പെർമിഷൻസ് ആണ്, ഏതൊക്കെ യൂസറിന് പോയിട്ടുണ്ട്. ഇത് ഇതുപോലെ സൈസ് ആണ്. ഓക്കെ, സൈസിനെ സ്പെസിഫൈ ചെയ്യാനാണ് ഈ ഒരു സംഭവം കൊടുത്തേക്കുന്നത്. അതുപോലെ ഡിസംബർ, അതായത് മോഡിഫൈ ചെയ്തേക്കുന്ന ഡേറ്റ് ആണ്. ഇപ്പൊ ഞാൻ ഡൗൺലോഡ്സിൽ ഒരു പുതിയ ഫോൾഡർ തുടങ്ങിയോണ്ട് January 5 ആയി. പറഞ്ഞു മനസ്സിലായോ? അപ്പം ഇപ്പോഴാണ് അത് മോഡിഫൈ ചെയ്തത്. ഓക്കെ, എനിവേ, അങ്ങനെയാണ് ആ ഒരു സംഭവം വർക്ക് ചെയ്യുന്നത്. സോ ഞാനിത് ജസ്റ്റ് ക്ലിയർ ചെയ്തിട്ട് വീണ്ടും ഞാൻ മാൻ പേജിൽ കയറുകയാണ് LSന്റെ. എന്നിട്ട് ഞാൻ താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് രസമുള്ള എന്താ ഉള്ളത്,
ഹൈഫൻ എച്ച് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, ഹ്യൂമൻ റീഡബിൾ. അത് ഇതിനുണ്ടോ? നോക്കിയിട്ട് കാണുന്നില്ല. എനിവേ വേറെ ഒരെണ്ണം നോക്കാം. അതെ അതെ, ഹ്യൂമൻ റീഡബിൾ. ഓക്കെ, ഈ ഒരു സംഭവം നമുക്ക് നോക്കാം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ സൈസ് കണ്ടല്ലോ, അതിനെ MB യിലും GB യിലും KB യിലും ഒക്കെ കാണിക്കും. സോ ഞാൻ അതെങ്ങനെ വേണം എന്നുള്ളത് ഞാൻ കാണിക്കാം. LS-L അടിച്ചു കഴിഞ്ഞാൽ എന്താ, ലോങ് ലിസ്റ്റിംഗ് വരും. ഇപ്പം ലോങ് ലിസ്റ്റിംഗിൽ എന്താണുള്ളത്, 4096. അപ്പൊ ഇതിന്റെ കൂടെ ഞാൻ -H എന്ന് കൊടുക്കുകയാണെങ്കിൽ 4096 മാറി 4KB എന്നായി. പറഞ്ഞു മനസ്സിലായോ? 4K എന്ന് വെച്ചാൽ 4KB എന്നാണ് അർത്ഥമാക്കുന്നത്. ഇതിനകത്തൊന്നും ഇല്ല, അതുകൊണ്ടാണ് 4K എന്ന് പറഞ്ഞ് പ്രിന്റ് ആയിരിക്കുന്നത്. ഓക്കെ, ഇപ്പോ ഞാൻ ഈ രണ്ട് പാരാമീറ്റേഴ്സിനെ ഇങ്ങനെയാണ് കൊടുത്തേക്കുന്നത്. ഇതിനെ എനിക്ക് കമ്പൈൻ ചെയ്ത് ഒറ്റ ഒരെണ്ണമായിട്ട് കൊടുക്കാം. പറഞ്ഞു മനസ്സിലായോ? ഇപ്പോഴും ഈ സാധനം വർക്ക് ചെയ്യുന്നുണ്ട്. പറഞ്ഞു മനസ്സിലായോ? ഞാൻ മുമ്പേ ഒരു കേസ് പറഞ്ഞില്ലായിരുന്നോ, മൾട്ടിപ്പിൾ സ്വിച്ചസിനെ ഒരുമിച്ച് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ -LH എന്ന് ഞാൻ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇതെല്ലാം ആക്ച്വലി കമ്പൈൻഡ് ആയിട്ട് പ്രിന്റ് ആയി. ഈ പറഞ്ഞ ലോങ് ലിസ്റ്റിങ്ങും ഇതുപോലെ സൈസ് മാറ്റുന്നതും എല്ലാം കൂടെ ഒരുമിച്ച് പ്രിന്റ് ആയി. സോ ഞാൻ ഇതിനെ വേറൊരു രീതിയിലും എനിക്ക് കൊടുക്കാം. ഇപ്പൊ ഞാൻ LS-H എന്നല്ലേ കൊടുത്തേ, ഹ്യൂമൻ റീഡബിൾ. ഓക്കെ, LH എന്നല്ലേ കൊടുത്തേ, ഹ്യൂമൻ റീഡബിൾ കാണാൻ, അതായത് എത്ര KB ആണ് എന്നറിയാൻ. അതിനെ എനിക്ക് വേറെ രീതിയിലും കൊടുക്കാം. ലോങ് ഫോമിൽ കൊടുക്കാം. ഹൈഫൻ അപ്പം ഇടണം. ലോങ് ഫോമിൽ എപ്പോഴും കൊടുക്കുമ്പോൾ ഹൈഫൻ എന്ന് ഇടണം. എന്നിട്ട് ഹ്യൂമൻ റീഡബിൾ. ഇത് എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോൾ മാൻ പേജസിൽ നിന്ന് തന്നെ എടുത്താണ്. ഹ്യൂമൻ റീഡബിൾ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ സെയിം ഔട്ട്പുട്ട് തന്നെ വരും. -H എന്താണോ ചെയ്യുന്നത് അതിന്റെ അതേ ഔട്ട്പുട്ട് തന്നെ വരും. ഞാൻ വെഗെയിൻ മാൻ പേജസിൽ കയറുകയാണ് LS-ന്റെ. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതെവിടെയായിരുന്നു, വീണ്ടും ഹ്യൂമൻ റീഡബിൾ എന്ന് പറഞ്ഞ ഈ ഒരു സ്വിച്ചും കൊടുക്കാം, അല്ലെങ്കിൽ -H സിംപ്ലി കൊടുക്കാം. ഹ്യൂമൻ റീഡബിൾ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഹ്യൂമൻ എന്ന് പറയുന്ന ഒരു വാക്കാണ് അല്ലെ, റീഡബിൾ എന്ന് പറയുന്ന വേറൊരു വാക്കാണ്, അതിനിടയ്ക്ക് ഒരു ഹൈഫൻ കാണും. അതുപോലെ തന്നെ ഇവിടെ ഡീറഫറൻസ് കമാൻഡ് ലൈൻ. ഡീറഫറൻസ് എന്ന് പറയുന്നത് ഒരു വാക്ക്, കമാൻഡ് എന്ന് പറയുന്ന അടുത്ത വാക്ക്, ലൈൻ എന്ന് പറയുന്ന അടുത്ത വാക്ക്. അപ്പൊ ഇതിനിടയ്ക്കെല്ലാം ഓരോ ലൈൻ കാണും. പിന്നെ ഈ ലോങ് ഫോം കൊടുക്കുമ്പോൾ ഉള്ള ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട, 2 ഹൈഫൻ ഇടുന്നുണ്ട് അവർ. എല്ലാ കമാൻഡുകൾക്കും ലോങ് ഫോം ഉണ്ടെങ്കിൽ അത് 2 ഹൈഫൻ വെച്ചിട്ടായിരിക്കും സ്പെസിഫൈ ചെയ്യുന്നത്. ഇവിടെ ഒറ്റ ഹൈഫനേ ഉള്ളൂ നമ്മൾ നോർമലി കൊടുക്കുമ്പോൾ. ഓക്കെ, നമുക്ക് അങ്ങനെ പല രീതിയിൽ നമുക്ക് കമാൻഡുകളെ അൾട്ടർ ചെയ്ത് കൊടുക്കാൻ പറ്റും. സോ LS ഇപ്പൊ ഞാൻ കൊടുത്ത പോലെ ഇങ്ങനെ കൊടുക്കാൻ പറ്റും എനിക്ക്, അല്ലെങ്കിൽ ഷോർട്ട് ഫോം ആയിട്ട് H മാത്രം വെച്ച് കൊടുക്കാം. സോ ഇങ്ങനെയാണ് ബേസിക്കലി പറയുകയാണെങ്കിൽ ലിനക്സിന്റെ ഒരു നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. നിങ്ങളെ ജസ്റ്റ് ആ ഒരു കാര്യം മനസ്സിലാക്കിക്കാൻ വേണ്ടിയാണ് ഞാൻ പല പല കാര്യങ്ങൾ വെച്ച് പല എക്സാമ്പിൾ വെച്ചിട്ട്. എനിക്കാലൊക്കെ ബേസിക്കലി യൂസ് ചെയ്തത് ഞാൻ എന്തിനാന്ന് വെച്ചാൽ ആ ഒരു ഇൻപുട്ട് കൊടുക്കുന്ന കാര്യത്തെ ഒക്കെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, ഇപ്പം ഏകദേശം നിങ്ങൾക്ക് അത് മനസ്സിലായി വരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പം കൂടുതൽ നമ്മൾ ഡെപ്തുള്ള കാര്യങ്ങളിലോട്ട് കടക്കുന്നതിന് മുന്നേ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിനുവേണ്ടിയാണ് ഞാൻ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, സോ ഇങ്ങനെയാണ് ബേസിക്കലി പറയുകയാണെങ്കിൽ മാൻ പേജസ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഒരു സംഭവം കൂടി ഉണ്ട്. ഇപ്പോ എനിക്ക് ഡയറക്ടറി ചേഞ്ച് ചെയ്യാൻ വേണ്ടി CD എന്ന് പറഞ്ഞൊരു കമാൻഡ് ഉണ്ട്. ഓക്കെ, ഇപ്പൊ ഞാൻ ഇപ്പൊ നിൽക്കുന്നതെന്ന് പറയുന്നത് എവിടാ, ഇപ്പൊ നിൽക്കുന്ന ലൊക്കേഷൻ എനിക്കറിയണമെങ്കിൽ ഞാൻ PWD എന്നടിക്കും, പ്രിന്റ് വർക്കിംഗ് ഡയറക്ടറി. ഞാനിപ്പോ നിൽക്കുന്ന കാലിയിലാണ് എന്ന് പറഞ്ഞാൽ ഈ സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. ഓക്കെ, കാലിക്കകത്താണ് ഞാൻ നിൽക്കുന്നത്. അതിനകത്ത് ഇത്രയും ഫോൾഡേഴ്സ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ LS എന്നടിക്കുമ്പോൾ ഇത്രയും ഡയറക്ടറീസിനെ കാണിക്കുന്നത്. ഓക്കെ, ഡയറക്ടറി മാത്രമല്ല ഇത് ലിസ്റ്റ് ചെയ്യുന്നത്, ഫയൽസ് ഉണ്ടെങ്കിൽ ഫയൽസിനെ ഞാൻ ഇത് ലിസ്റ്റ് ചെയ്യും. ഓക്കെ, അത് നമുക്ക് നോക്കാം, ഇനി വരുന്നൊരു ക്ലാസ് നോക്കാം. എനിവേ, ഇപ്പോ ഈ ഒരു ഡയറക്ടറിയിലോട്ട് എനിക്ക് ചേഞ്ച് ചെയ്യണം, അതായത് ഈ ഡൗൺലോഡ്സിലോട്ട് എനിക്ക് ചേഞ്ച് ചെയ്യണം. എങ്കിൽ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ CD എന്നടിക്കും. ഓക്കെ, അപ്പൊ CD എന്താണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാനപ്പോൾ മാൻ പേജസ് നോക്കുകയാണെന്ന് വെച്ചോ, CD-യുടെ എനിക്ക് നോ എൻട്രി ഫോർ CD എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ വരികയാണ് എങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഹെൽപ്പ് പേജസിൽ പോവാം. ഹെൽപ്പ് CD എന്ന് അടിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഹെൽപ്പ് പേജ് വരുന്നുണ്ട് ആക്ച്വലി. ഇപ്പൊ ഞാനിത് ഒന്നുകൂടെ ക്ലിയർ ചെയ്തിട്ട് വീണ്ടും ഹെൽപ്പ് CD എന്ന് അടിച്ചു കഴിഞ്ഞാൽ കണ്ടോ, ഹെൽപ്പ് പേജ് വരുന്നുണ്ട്, ചേഞ്ച് ദ ഷെൽ വർക്കിംഗ് ഡയറക്ടറി. ഓക്കെ, അതാണ് അതിന്റെ ആ ഒരു ഇതെന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് എനിക്ക് കൊടുക്കാൻ പറ്റുന്ന -L കൊടുക്കാം, P കൊടുക്കാം, അതൊന്നും നിങ്ങൾ നോക്കണ്ട, ജസ്റ്റ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്. സോ അങ്ങനെ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. സോ ഇതാണ് ചേഞ്ച് ഡയറക്ടറി. ഓക്കെ, ഇപ്പൊ നിങ്ങൾ മാൻ നോക്കിയിട്ട് നിങ്ങൾക്ക് കണ്ടില്ല, അപ്പൊ അങ്ങനെയുള്ള കമാൻഡുകൾ ഉണ്ട്. ഓക്കെ,
അതിനെ നിങ്ങൾക്ക് കാണണമെങ്കിൽ ജസ്റ്റ് ഹെൽപ്പ് എന്നടിച്ചാൽ മതി. ഇതാണ് ഹെൽപ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന കമാൻഡുകൾ. അതിനകത്ത് സി ഡി ഉണ്ട്, കമാൻഡ് എന്ന് പറഞ്ഞൊരു കമാൻഡ് ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറെ കമാൻഡുകളുണ്ട്. ഈ പറയുന്ന കമാൻഡുകളൊക്കെ നിങ്ങൾക്ക് ഹെൽപ്പ് എന്ന് പറയുന്ന ഈ ഒരു ടൂൾ വെച്ചിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. മാൻ വെച്ചിട്ട് പറ്റില്ല, ഹെൽപ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് ആക്ച്വലി ചെയ്യാൻ പറ്റും. സോ അതാണ് ഹെൽപ്പ് എന്ന് പറയുന്ന സംഭവം. അപ്പൊ നിങ്ങൾ നിങ്ങൾ ഒരു കമാൻഡിനെ നിങ്ങൾ മാൻ വെച്ചിട്ട് നോക്കിയിട്ട് കിട്ടിയില്ല എങ്കിൽ ജസ്റ്റ് ഹെൽപ്പ് എന്ന് പറയുന്ന ഈ ഒരു ടൂൾ വെച്ചിട്ട് നിങ്ങൾ നോക്കുക, അപ്പൊ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, സോ അങ്ങനെയാണ് നിങ്ങൾക്ക് മാനുവൽ പേജസ് നിങ്ങൾക്ക് ആക്ച്വലി ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഐ ഹോപ്പ് നിങ്ങൾക്ക് ആ ഒരു കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് എനിക്ക് തോന്നുന്നു. സോ ഇന്നത്തെ ഒരു വീഡിയോ ബേസിക്കലി അതിനെ പറ്റിയായിരുന്നു. നമുക്ക് അറിയാത്ത കമാൻഡുകളെ എങ്ങനെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം, അതുപോലെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇച്ചിരൂടെ നല്ല രീതിക്ക് ഞാൻ പറഞ്ഞു തന്നു എന്ന് വിചാരിക്കുന്നു. മറ്റേ സ്വിച്ചുകൾ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്, സ്വിച്ച് നമുക്ക് അടുപ്പിച്ച് കൊടുക്കുന്നതും അതുപോലെ ഇൻപുട്ടുകൾ മൾട്ടിപ്ലൈ ആയിട്ട് കൊടുക്കേണ്ടതും. സോ മാനുവൽ പേജസിനെ എങ്ങനെ അനലൈസ് ചെയ്യാം അതൊക്കെ ഞാൻ പറഞ്ഞു ആണ് എൻ്റെ വിശ്വാസം. സോ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ അതിൽ നിന്ന് തന്നെ നമ്മൾ തുടങ്ങുന്നതായിരിക്കും. സോ അതുവരേക്കും താങ്ക് യു ഓൾ. നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യുക മസ്റ്റാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല ഇനി അടുത്ത വീഡിയോ എപ്പോഴാണ് വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ബെൽ ബട്ടൺ അമർത്തിയാൽ യു വിൽ ഗെറ്റ് എ നോട്ടിഫിക്കേഷൻ. സോ താങ്ക് യു ഓൾ അഗെയിൻ. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ബൈ.